നെപ്പോളിയൻ. അപ്പൊ പരിപാടി ഇപ്പൊ നമ്മള് സെക്കൻഡ് ഗിയർ ഇടാതാണ്. കാലെടുക്കുമ്പോണ്ടാ കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രലിലേക്ക് വരാം. അതാണ് കംപ്ലൈന്റ് വേണ്ടിയിടാ. അതൊന്ന് തീർത്ത് കൊടുക്കണം. നമ്മുടെ ലീവിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കടാ. ഇതിൽ കണ്ടോ, ഇത് അടിയിലേക്ക് താഴെയുള്ള എയർ ബെല്ലോ. ഒരു സൈഡിൽ 2 ബെല്ലോ ഉണ്ടോ കേട്ടാ, 2 ബലൂൺ. ഹായ് ഫ്രണ്ട്സ്, അതെ നമ്മുടെ കയ്യിൽ 31 വേണ്ടിട്ട് IL എന്ന് പറഞ്ഞിട്ട് മോഡലാടാ. കാണിച്ചെടുത്താണ് ലൈലൻഡ്, അശോക് ലൈലൻഡ് 3118 IL എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ഇതൊരു വണ്ടി സ്ഥിരം പണിയാണതാ. അപ്പോൾ ചെറിയൊരു പണീൻ്റെ ഗിയർ സ്ലിപ്പാവുക, അതായത് 3rd ഗിയറും 4th ഗിയറും സ്ലിപ്പാവാൻ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക് ഡയഫ്രം പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കണം എന്താ കംപ്ലൈൻറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ഉണ്ടോ. അപ്പോൾ അതേട്ടാ നമ്മുടെ വണ്ടിയുടെ സാരഥി ഉദയേട്ടാൻ. ചേട്ടാ എന്തിനാ കംപ്ലൈൻറ്റ്? അതെ, ഈ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും 30 വരുന്നുണ്ട്. അതാണ് ന്യൂട്രാവുണ്ട്. അപ്പോൾ പിന്നെ ഡയഫ്രം പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളത് തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് എന്താ കംപ്ലൈൻറ്റ് നമ്മളൊന്ന് ഓടിച്ചു നോക്കട്ടെ. മനസ്സപ്പേ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങൾ ചേട്ടാ, അവരുടെ ജീവിതമാട്ടാ. ഞാൻ നോക്ക്, ഉപ്പ്, മുളക്, കുരുമുളക് പൊടി, പച്ചക്കറി. ഇവര് നിങ്ങൾ എങ്ങോട്ടൊക്കെ പോകും? നിങ്ങള് ബോർഡർ വരെ എത്തൂല? ഇന്ത്യ മൊത്തം, ഇന്ത്യ മുഴുവൻ ബോർഡർ വരെ പോകൂല. അതാട്ടെ അവരെ ലൈഫ്. നമ്മളെന്തായാലും ഓടിച്ചോണ്ടാ. ലൈലൻഡ് കണ്ടില്ലേ? ഇപ്പൊ നമ്മള് സെക്കൻഡ് ഗിയർ ഇടാതാണ്. കാലെടുക്കുമ്പോണ്ടാ കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രലിലേക്ക് വരാം. അതാണ് കംപ്ലൈന്റ് വേണ്ടിയിടാ. അതൊന്ന് തീർത്ത് കൊടുക്കണം. ഇത് 12 വീല് ലിഫ്റ്റ് ആക്സിൽ വണ്ടിയാടാ. നമ്മുടെ ലിഫ്റ്റ് ആക്സിൽ വർക്ക് ചെയ്യണേ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വർക്ക് ചെയ്യണേന്ന്. അപ്പൊ ഇതിന് കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രേക്ക് ചവിട്ടുമ്പോ എയർ ലീക്കായി പോവാ. അപ്പൊ ഉദയാട്ടോ ബ്രേക്ക് ഒന്ന് ചവിട്ടിയാ ഇതാട്ടാ നമ്മുടെ സിലിണ്ടർ ഇവിടെ വേണ്ടാ, എയർ ലീക്ക് ആവുന്ന സൗണ്ട് കേൾക്കണോടാ. ഇതാണ് അതിന്റെ കംപ്ലൈന്റ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഡയഫ്രം ഉണ്ട്, അത് നമ്മൾ മാറ്റാൻ പോവാണ്. അത് നമുക്ക് ഡയഫ്രം ഒന്ന് മാറ്റാം. ഈ ലിഫ്റ്റ് ആക്സിൽ നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റ് ആക്സിലാണ് പോയിട്ടുള്ളത്. ഈ 2 ബോൾട്ട് വെച്ചിട്ട് ഈ ക്ലാമ്പ് കൂടി കഴിഞ്ഞാൽ ഡയഫ്രം പോരൂട്ടാ. ഡയഫ്രത്തിൻ്റെ ഉള്ളിലത്തെ ഡയഫ്രം നമ്മൾ ഊരിയെടുത്തൂടാ. അപ്പോൾ അതായത് എയർ പോയിരുന്ന ലീക്കായിരുന്നു. വേണ്ട ഡയഫ്രം പൊട്ടിയിട്ടാണ്ടാ. വേണ്ട ഇതിവിടെ ആയിരുന്ന എയർ ചവിട്ടുമ്പോൾ പോകണ്ടായിരുന്ന. വേണ്ട വേണ്ട പൊട്ടിയാണോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പുറത്ത് ഇവിടെ എയർ പോയിട്ടായിരുന്നു സൗണ്ട് കേൾക്കണ്ടായിരുന്നത്. ഇത് തീരെ എയർ കടക്കാൻ പാടില്ലേ,
എയർ പ്രൂഫ് ആയിട്ട് വന്നിട്ട് വേണം ഈ പിസ്റ്റൺ അമർത്താൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും നമ്മുടെ മുമ്പത്തൊരു ടൂർ ഷോസിൻ്റെ വീഡിയോയിൽ എങ്ങനെ ബ്രേക്കിൻ്റെ ഇത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തന്നെ. കാണാതെ ഒന്ന് കാണണം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇതാണ് പെപ്കോണിയാണ് ഉണ്ടായിരുന്നത്. ഫ്രണ്ട് നമ്മൾ M84 3220 എന്ന് പറഞ്ഞ മുകളിലാട്ടോ അത്. അപ്പോൾ ഇത് ജസ്റ്റ് പിടിക്കുക അച്ചു ഇതിൽ വേണ്ട. ഇതിൽ ഈ പിസ്റ്റൻ്റെ ഡയഫ്രം വയ്ക്കുക, ഇതിൻ്റെ ഔട്ടർ കവർ വയ്ക്കുക. ഈ പൈപ്പിൽ നിന്നാട്ടോ എയർ വരുന്നത്. വേണ്ട എയർ ഈ ഹോളിൽ കൂടെ വരും. എന്നിട്ട് ഈ ഡയഫ്രം എന്നിട്ട് അമർന്നിട്ട് ഇവിടെ എയർ പ്രഷറിൽ എയർ വരും. അങ്ങനെ തള്ളുമ്പോഴാണ് ക്യാമ വർക്ക് ചെയ്യണത്, എസ് ക്യാമ വർക്ക് ചെയ്യണത്. ജസ്റ്റ് ഇത് ഈ 2 ക്ലാമ്പ് ഫിറ്റ് ചെയ്യുക ബോൾട്ടിനോട്. ഈ 2 ബോൾട്ടുകൾ ഫിക്സ് ചെയ്യുക. എത്ര ഉള്ളോടെ പണി? ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് പണിയുള്ളൂ. ബാക്കിലത്തെ കുറച്ച് പണിയുണ്ട്. അതെ നമ്മളിത് പിടിപ്പിച്ച് കഴിഞ്ഞൂടാ. ഇതൊന്ന് ചവിട്ടി നോക്കുന്നുണ്ട്. ചവിട്ടിയാ ചേട്ടാ ആണോ? ഇപ്പോൾ ലീക്കൊന്നുമില്ല, നിങ്ങൾക്ക് കേൾക്കണ്ടാവില്ല ലീക്ക്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ആ കേട്ടോ ഫ്രണ്ട്സപ്പേ അത് പോറയുണ്ട്. അപ്പോൾ അതിലത്തെ ലീക്കൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഗിയർ ബോക്സിനും കൂടിയും പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കലപരിപാടി അവസാനിപ്പിക്കാട്ടോ. ഗിയർ ബോക്സിൻ്റെ മെയിൻ ഇഷ്യൂ ആണോന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ പ്ലഞ്ചർ ഒന്ന് അയച്ചിട്ട് ജസ്റ്റ് പുറത്ത് നമുക്ക് ഗിയർ ബോക്സ് ഇറക്കാണ്ട്. കാരണം ഇത് ഫുൾ ഓടാണ്, അവർക്ക് രാജസ്ഥാൻ വരെ പോകാനുള്ളതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഗിയർ തേട്ടിലൊന്ന് നിർത്താൻ പറ്റുമെന്ന് ഓടാടാ. ജസ്റ്റ് പ്ലഞ്ചർ അയച്ചിട്ട് ഞാൻ ഗിയർ ബോക്സ് സെറ്റപ്പിൻ്റെ ഫുള്ള് സെറ്റ് ചെയ്യണ വേറൊരു വീഡിയോ ഇട്ടുണ്ട്. ഒരു 2-3 മാസമായിട്ട് ലോറിയുടെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്ലഞ്ചറിന് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ഊരിയിട്ട് പുറത്തുനിന്ന് ഊരിയിട്ട് നമ്മളൊന്ന് സെറ്റാക്കി നോക്കാണ്. അതായത് നിൽക്കുമെന്ന് അറിയില്ല, ഇറക്കാണ്ട് പരമാവധി ഗിയർ ബോക്സ് ഇറക്കാണ്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. പോയിട്ട് ഇടയിൽ കിടന്നിട്ട് വേണം, ഗോപ്രൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ ഊരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അമ്മേ ഇരുട്ട കിട്ടി മോനെ. ഇതാണ് സാധനം കേട്ടോ, ഞാൻ പറഞ്ഞ പ്ലഞ്ചർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സ്പ്രിങ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് ടെൻഷൻ കൂടിയത്. അപ്പോൾ ഇതിലിപ്പോൾ മാറുമോ ഇല്ല നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു പരീക്ഷണമാണ്. 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യണത്. എനിക്കത് ഇറക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് ഇറക്കാനുള്ള പരിപാടിയാണ് ഗിയർ ബോക്സ്. അപ്പോൾ തൽക്കാലിലേക്ക് പോകാൻ വേണ്ടിയില്ല, സ്ലിപ്പ് നിൽക്കാൻ വേണ്ടി ചെയ്യണ പരിപാടിയാട്ടോ അതൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. പിന്നെ ഞാൻ മറ്റേ ലിഫ്റ്റ് ആക്സിലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിൻ്റെ എയർ ബെല്ലിന് വർക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ കേട്ടോ. അതെ
ഈ ബുൾജെറ്റ് നമ്മള് കർണാടക പാടത്തേക്ക് അപ്പൊ അപ്രതീക്ഷിതമായിട്ട് പിന്നെ അവിടുത്തെ വണ്ടി നമ്മളെ ഈ ട്രാവലർ നെപ്പോളിയൻ അപ്പൊ പരിപാടി പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനാ അത് ശരി എല്ലാ വീഡിയോയിലും ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അതെ ഫ്രണ്ട്സ് അതെ നമ്മുടെ ടാക്സിന്റെ വർക്കിംഗ് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടിൻ സീറബിളുള്ള സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇത് ലിഫ്റ്റ് ടാക്സിലാണ്. പിന്നെ വർക്കിംഗ് എങ്ങനെയാ ഒരു എയർ ബലൂൺ എന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞ എയർ ബലൂൺ എന്ന് പറയാ. എയർ ബലൂൺ എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അതാ ഇതിലിപ്പോ ഇതിലിതാ കണ്ടോ, ഇത് അടിയിലേക്ക് താഴെയുള്ള എയർ ബെല്ലോ. ഒരു സൈഡിൽ 2 ബെല്ലോ ഉണ്ടാവും കേട്ടോ, 2 ബലൂൺ. ഇവിടെ ഉള്ളിൽ ഒരു ബലൂൺ ഉണ്ടാവും. ഇപ്പോ ഇതില് എയർ എന്ന് പറയുമ്പോൾ ലിഫ്റ്റ് ടാക്സിൽ താഴെ ചെയ്യാം. അതുപോലെ അതില് എയർ എന്ന് പറയുമ്പോൾ ലിഫ്റ്റ് ടാക്സിൽ പൊങ്ങാട്ടാ ചെയ്യാം. ഞാൻ ജസ്റ്റ് പൊക്കി കാണിച്ചു തരാം. ഇതിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണതായിരുന്നു. അത് നമ്മള് ഒരു സ്വിച്ചിന്റെ സഹായത്തോടെ നമ്മൾ ചെയ്യായിരുന്നു കേട്ടോ. അതായത് ഈ സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്തേക്കാണ് ഓട്ടോമാറ്റിക് ആയിരുന്നു. അതായത് റിവേഴ്സ് ഗിയറും ലോഡും ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ടണ്ണേജിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ വീല് ഓട്ടോമാറ്റിക് താണ സിസ്റ്റം ആയിരുന്നു. പക്ഷെ അത് നമ്മളിപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം സ്വിച്ചാക്കി ചെയ്തിട്ടുണ്ട്. പുതിയടാ ഒന്ന് കാണിച്ചു കൊടുത്താ ആ സ്വിച്ച് ഇട്ടിട്ടേ. ആ പറഞ്ഞു. റിവേഴ്സ് എടുക്കുമ്പോൾ ഈ വീല് പൊന്തിക്കണം. മടങ്ങൂല, അപ്പൊ തിരിയും. അപ്പൊ സ്വിച്ചിൽ പിടിച്ച് വലിച്ചാൽ പൊന്തും. ഇപ്പൊ സ്വിച്ചിലാക്കിയിട്ടുണ്ട്. ആ അത് ഈ ഓണൊക്കെ സ്വിച്ച് ഓൺ ആക്കി പോണ്ട. വീല് കണ്ടോ പൊങ്ങണ. ഇപ്പോ വീല് പൊങ്ങി. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ബലൂൺ ഞാൻ നേരത്തെ കാണിച്ച ബലൂണിലെ എയർ ഫുള്ള് കംപ്ലീറ്റ് പോയി. എന്നിട്ട് ഉള്ളിലെ ആ ബലൂണിലെ എയർ കയറി. അപ്പോഴാണ് ഇത് പൊങ്ങിയത് കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ ജസ്റ്റ് വർക്കിങ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പറമ്പിക്ക് വണ്ടി പോണത്. നമ്മുടെ ലീവിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കടാ. മതി. അതെ അതായത് നമ്മുടെ വീഡിയോസ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അതായത് വർക്ക് കഴിഞ്ഞു, നമ്മളെ ഓടിച്ചു നോക്കി. അപ്പോൾ തേട്ടലൊക്കെ കുറവുണ്ട്. ഗീറ് തേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ പറയുന്നതാടാ. ഗീറ് പെട്ടെന്ന് നമ്മൾ കാലെടുക്കുമ്പോൾ ന്യൂട്രായിട്ട് വരുന്ന സംഭവത്തെയാണ്, ആ പ്രക്രിയയാണ് തേട്ടൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എടുക്കാൻ പോയ സ്ഥലത്ത് അറിഞ്ഞാട്ടുകാരെ നമ്മുടെ ഈ ബുൾജെറ്റ് പിന്നെ ലിവിന് കണ്ടു, സന്തോഷമായി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാടാ. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് പേജ് എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക, കട്ടയ്ക്ക് കൂടെ നിൽക്കാം കേട്ടോ. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.